ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എം.കോം സെക്കൻഡ് സെമസ്റ്റർ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അക്കൗണ്ടിങ് ഫോർ സ്പെഷ്യലൈസ്ഡ് ബിസിനസ് എന്നുള്ള ലാസ്റ്റ് മൊഡ്യൂളിൻ്റെ 5th മൊഡ്യൂളിൻ്റെ സെക്കൻഡ് യൂണിറ്റാണ് അക്കൗണ്ടിങ് ഫോർ ഹോട്ടൽസ്. ഹോട്ടൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണിത്. എന്താണ് ഹോട്ടൽ അക്കൗണ്ടിങ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് മെയിൻലി ഇത് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അക്കൗണ്ടിങ് ഫോർ hotels. Hotel accounting is intended to keep a record of the hotel activities. എന്തിനു വേണ്ടിയാണ് ഒരു ഹോട്ടൽ അക്കൗണ്ടിങ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഒരു ഹോട്ടലുമായി റിലേറ്റഡ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഓർ ലോസ് അല്ലെങ്കിൽ റിസൾട്ട് ലഭിക്കുന്നു എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഹോട്ടൽ അക്കൗണ്ടിങ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് intended to keep a record of the hotel activities. ഇനി നമ്മൾ അറിയേണ്ടത് അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ട് വരുന്ന മെയിൻ ആക്ടിവിറ്റീസ് എന്നുള്ളത്. അപ്പോൾ ഹോട്ടൽ ആക്ടിവിറ്റീസ് മെയിൻലി കംപ്രൈസ് പ്രൊവിഷൻ ഓഫ് ഫുഡ് ആൻഡ് അക്കമഡേഷൻ. അപ്പോൾ ഏറ്റവും മെയിനായിട്ട് നമുക്കറിയാം, ഒരു ഹോട്ടലിൽ ചെന്നാൽ ഏറ്റവും മെയിനായിട്ട് നമുക്ക് വേണ്ട ഒരു നീഡെന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഫുഡ് അല്ലേ, ഫുഡാകാം അല്ലെങ്കിൽ അക്കമഡേഷൻ ആകാം. അപ്പം ഫുഡും അക്കമഡേഷനുമാണ് ഏറ്റവും മെയിനായിട്ട് ഒരു ഹോട്ടൽ ബിസിനസ്സിനെ സംബന്ധിച്ച് അവർ കണ്ടക്ട് ചെയ്യുന്ന പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്നോ പ്രൊവൈഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്നോ നമുക്ക് പറയാനായിട്ട് പറ്റും. എന്നാൽ ഏറ്റവും ബേസിക്കലി ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഹോട്ടലിലെ ഏറ്റവും ബേസായിട്ട് നമ്മൾ ബേസിക്കായിട്ട് പ്രൊവിഷൻ ഓഫ് ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. അതുകൂടാതെ അക്കമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ടൽസും ഉണ്ടാകും. എന്നാൽ ഒരു വലിയ ഹോട്ടൽസിലോട്ടൊക്കെ പോയാലോ അതുകൂടാതെ ധാരാളം അഡീഷണൽ സർവീസും അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലേ. കോമ്പറ്റീറ്റീവ് വേൾഡാണ്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചും ഒരു പ്രോഫിറ്റബിളായിട്ട് ഹോട്ടൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി മെനി ബിഗ് ഹോട്ടൽസ് ഓൾസോ പ്രൊവൈഡ് സം അതർ ഫെസിലിറ്റീസ് ഓൾസോ. എന്തൊക്കെ ഫെസിലിറ്റീസ് അതർ ബിഗ് ഹോട്ടൽസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്? റീക്രിയേഷൻ ഫെസിലിറ്റീസ് ആകാം, അല്ലെങ്കിൽ വേരിയസ് ബിസിനസ് ഫെസിലിറ്റീസ് ആകാം, ഷോപ്പിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഹോട്ടലിൽ തന്നെ ഷോപ്പിംഗ് ഏരിയാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകാം. അങ്ങനെ പല അറേഞ്ച്മെൻറ്റ്സും എന്ത് ചെയ്യാറുണ്ട്? ഹോട്ടൽസും പ്രൊവൈഡ് ചെയ്യാനുണ്ട് ഫോർ കാറ്ററിംഗ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ഓൺ ദ ഒക്കേഷൻസ് ഓഫ് മാരേജ് ആൻഡ് അതർ സം സ്പെഷ്യൽ ഫങ്ഷൻസ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പല ഇവൻറ്റ്സുകളും മാരേജ് പോലെ അല്ലെങ്കിൽ ബാക്കി ബിസിനസ് ഇവൻറ്റ്സുകളും മീറ്റിങ്സുകളും ഒക്കെയും കണ്ടക്ട് ചെയ്യുന്നത് വലിയ വലിയ ഹോട്ടൽസിലാകാം. അപ്പോൾ ഇതൊക്കെയും ആ ഒരു സർവീസുകൾ, ഈ ഒരു സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സുകൾ ഹോട്ടൽസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? ഈ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ അവർക്കും പ്രോഫിറ്റബിളായിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. സോ ഈ ഒരു വലിയ ബിസിനസ്സിനെ സംബന്ധിച്ച്, വലിയൊരു ഹോട്ടൽ ബിസിനസ്സിനെ സംബന്ധിച്ച് പല ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ ഫങ്ഷൻ ചെയ്യുന്നുണ്ടാകും. എങ്കിൽ മാത്രമേ ഈ പല ഹോട്ടൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് വരുന്ന വേരിയസ് ആക്ടിവിറ്റീസിനെ അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതാണ് അടുത്തത് പറയുന്നത്. ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഷുഡ് ബി സെറ്റപ്പ് for various hotel activities and departmental operating accounts should be prepared to know the results of each department. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും റിസൾട്ട് എന്താണ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റൽ ഓപ്പറേറ്റിംഗ് അക്കൗണ്ട്സുകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത്. ഈ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ എവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്? ഓരോ ഹോട്ടൽ ആക്ടിവിറ്റീസിനെ നന്നായിട്ട് മാനേജ് ചെയ്ത് പോകുന്നതിന് വേണ്ടി പല ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ഫങ്ഷൻസ് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അസസ് ചെയ്യുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റൽ ലെവലിലുള്ള ഓപ്പറേറ്റിംഗ് അക്കൗണ്ട്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. കീപ്പിംഗ് ദിസ് ഇൻ വ്യൂ, purchase of various types of items should be separately maintained, and similarly sales of various types of items must be separately recorded to know the correct position of each item. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഡിപ്പാർട്ട്മെൻറ്റൽ ലെവലിൽ ഓപ്പറേറ്റിംഗ് ലെവലിലുള്ള ഈ ഒരു പ്രോഫിറ്റ് ഓർ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? വേരിയസ് ടൈപ്സ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽസ് ഐറ്റംസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ പ്രോപ്പർ കൺട്രോൾ ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഹോട്ടൽ. അപ്പോൾ ഈ ഒരു ഹോട്ടൽ ബിസിനസ്സിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഈ കറക്റ്റായിട്ട് എല്ലാ റെക്കോർഡ്സുകളും കറക്റ്റ് പൊസിഷനിൽ തന്നെയാണോ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്, സെപ്പറേറ്റ്ലി എല്ലാ ഈച്ച് ആൻഡ് എവറി പർച്ചേസ് ആൻഡ് സെയിൽസ് ഐറ്റംസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ, സെപ്പറേറ്റ്ലി റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നല്ല രീതിയിൽ കൺട്രോളിങ് ഫംഗ്ഷൻ നടത്തി മുന്നോട്ട് പോകുന്നതിനും ഹെൽപ്ഫുള്ളാകും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഒരു പാരഗ്രാഫിൻ്റെ
പാരഗ്രാഫിൽ പറയുന്നത് ആസ് കമ്പയർഡ് ടു അതർ ഇൻഡസ്ട്രീസ്. അപ്പോൾ മറ്റ് ബിസിനസ്സുകളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹോട്ടൽ ഇൻഡസ്ട്രിയുടെ മെയിനായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് എന്നാണ് ഇനി അടുത്തത് പറയുന്നത്. ദ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഫിക്സഡ് അസറ്റ്സ് ലൈക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, TV സെറ്റ്സ്, ടെലഫോൺസ്, ഇൻ ലിവിംഗ് റൂംസ് എക്സെട്ര ആർ വെരി ഹൈ. അതായത് മറ്റ് ബിസിനസ്സുകളെ സംബന്ധിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഹോട്ടൽ ബിസിനസ്സിൽ നമുക്കറിയാം അവിടെ ലാൻഡിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, കുറച്ച് ഫിക്സഡ് അസറ്റ്സുകളുടെ കാര്യം പറഞ്ഞാൽ ലാൻഡ് ആകാം, ബിൽഡിംഗ് ആകാം, ഫർണിച്ചർ ആകാം, അല്ലെങ്കിൽ ലിവിംഗ് റൂംസിലേക്ക് സെറ്റ് ചെയ്യുന്ന TV സെറ്റുകളാകാം, ടെലിഫോൺസ് ആകാം. ഇങ്ങനെയുള്ള ഓരോ സൗകര്യങ്ങളും അവർക്ക് ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫിക്സഡ് അസറ്റ്സിലേക്ക് ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ട് ആവശ്യമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഏത്? ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഐറ്റംസ് ഓഫ് ഫുഡ്, beverages and operating supplies are not much as the purchase of these items can be financed by trade credit. അതേപോലെ ഏറ്റവും മെയിനായിട്ടുള്ള മറ്റ് ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഫുഡ് ഐറ്റംസും ബിവറേജസും ഡ്രിങ്കിങ് സാധനങ്ങളും അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സപ്ലൈസും ഒക്കെ കറക്റ്റായിട്ട് അവർക്ക് പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ അത് അവൈലബിൾ ആക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതിന് വേണ്ടി ഈ ഒരു കാര്യങ്ങളൊക്കെ ഫുഡ്, ബിവറേജസ്, ബാക്കി സപ്ലൈസ് ഒക്കെ അവർക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യാം? ട്രേഡ് ക്രെഡിറ്റ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് അല്ല ചെക്ക് പേയ്മെൻ്റ് ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. ഗുഡ്സ് ഓർ സർവീസ് ഒക്കെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? വിത്തൗട്ട് മേക്കിംഗ് എൻ ഇമ്മീഡിയറ്റ് ക്യാഷ് ഓർ ചെക്ക് പേയ്മെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് നടത്താൻ കഴിയുന്നതിനെയാണ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രേഡ് ക്രെഡിറ്റ് വഴി അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്? ഈ ഫുഡ് ആൻഡ് ബിവറേജസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ദ മെയിൻ ഐറ്റംസ് ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആർ, അതേപോലെ ഈ ഒരു ഹോട്ടൽ ബിസിനസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അവിടുത്തെ സ്റ്റാഫിനോ ബാക്കി വർക്കേഴ്സിനോ ഒക്കെ കൊടുക്കുന്ന സാലറീസ് ആൻഡ് വേജസ് തന്നെയാണ്. അതിനെയാണ് നമ്മൾ പേറോൾ എക്സ്പെൻസ് എന്ന് സിമ്പിളായിട്ട് പറയുന്നത്. ദ മെയിൻ ഐറ്റംസ് ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മെയിൻ എക്സ്പെൻസ് എന്താണ്? പേറോൾ എക്സ്പെൻസ് ആണ്. പേറോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സാലറീസ് ആൻഡ് വേജസിന് പറയുന്ന കാര്യമാണ്. അതുപോലെ മറ്റൊന്നാണ് ആൻഡ് കോസ്റ്റ് ഓഫ് ഫുഡ് ആൻഡ് ബിവറേജസ് സോൾഡ്. അവർ സെയിൽ ചെയ്യുന്ന ഫുഡ് ആൻഡ് ബിവറേജസിൻ്റെ ായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ് പർച്ചേസൊക്കെയാണ് മെയിനായിട്ടും വരുന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ. അതർ ഐറ്റംസ് ഓഫ് എക്സ്പെൻസസ് ആർ, അത് കൂടാതെ വരുന്ന മറ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാകാം? പവർ ആൻഡ് ലൈറ്റിംഗ്, ഹീറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ്, റിപ്പേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, ഇൻഷുറൻസ്, ഇൻട്രസ്റ്റ്, ഡിപ്രീസിയേഷൻ, ടെലഫോൺ ചാർജസ്, പോസ്റ്റേജ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. അങ്ങനെ വേരിയസ് ടൈപ്സ് ഓഫ് എക്സ്പെൻസുകൾ ഈ ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഇൻകർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണ്? ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച്, ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച്, ഹോട്ടൽ ബിസിനസ്സിനെ സംബന്ധിച്ച് അവിടെ ഫിക്സഡ് അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ അതർ ഇൻഡസ്ട്രീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഹൈ ആണ്, വെരി ഹൈ ആണ്. പിന്നെ എന്തൊക്കെ ടൈപ്പ് എക്സ്പെൻസുകളാണ് മെയിനായിട്ടും ആ ഒരു ഹോട്ടൽ ബിസിനസ്സിന് ഇൻകർ ചെയ്യാൻ ചാൻസ് ഉള്ളത് എന്നാണ് പറയുന്നത്, അല്ലേ? ഇനി അടുത്ത് നമ്മൾ പറയുന്നത് മേജർ ഇൻകം, ഏതൊക്കെ സോഴ്സിൽ നിന്ന് ഒരു ഹോട്ടൽ ബിസിനസ്സിനെ സംബന്ധിച്ച് അവർക്ക് ഇൻകം വരുമെന്നാണ് ഇനി പറയുന്നത്. ദ മേജർ ഇൻകം ഈസ് ഫ്രം പ്രൊവിഷൻ ഓഫ് റൂംസ് ടു കസ്റ്റമേഴ്സ് ആൻഡ് സെയിൽസ് ഓഫ് ഫുഡ് ആൻഡ് ബീവറേജസ്. ഒരു ഹോട്ടൽ ബിസിനസ്സിൻ്റെ ഏറ്റവും മെയിനായിട്ട് ഒരു പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? ഫുഡ് ആൻഡ് അക്കോമഡേഷൻ തന്നെയാണ്, അല്ലേ? അപ്പോൾ ഈ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു ഹോട്ടൽ ബിസിനസ്സിന് അവരുടെ മെയിൻ ഇൻകം, അവരുടെ ഒരു വരുമാനം ഉണ്ടാകുന്നതും. അതാണ് പറയുന്നത് ഫ്രം പ്രൊവിഷൻ ഓഫ് റൂംസ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് എന്ത് കൊടുക്കുന്നു? അക്കോമഡേഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് താമസിക്കാൻ റൂം സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ റൂംസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയാണ് മേജർ ഇൻകം, ഒരു മേജർ ഇൻകം ആർക്ക് കിട്ടുന്നത്? ഹോട്ടൽ ബിസിനസ്സിന് കിട്ടുന്നത്. അതേപോലെ തന്നെയാണ് ഫുഡ് ആൻഡ് ബീവറേജസ് സെയിൽ ചെയ്യുന്നതിലൂടെയും റൂംസ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയാണ് മേജർ ഇൻകം, അല്ലെ? സിംപ്ലി പറഞ്ഞാൽ ഈ പറയുന്ന ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഇൻകമാണ് ഹോട്ടൽ ബിസിനസ്സിൻ്റെ മേജർ ഇൻകം. So the effort should be made to increase the profitability of a hotel by utilizing its capacity to the maximum level by attracting customers. അതേപോലെ തന്നെ ഒരു ഹോട്ടൽ ബിസിനസ് പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൻ ആ ഒരു ഹോട്ടലിൻ്റെ കപ്പാസിറ്റി എത്രയാണോ ആ ഫുൾ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്ത് ഒക്യുപ്പൻസി റേറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഒരു ബിസിനസ്, ഈ ഹോട്ടൽ ബിസിനസ് പ്രോഫിറ്റബിളായിട്ട് ലോങ് ടേമിൽ മുന്നോട്ട് പോവുകയുള്ളൂ. എന്താണ് ഉദ്ദേശിച്ചത്? ഒരു വലിയ ബിസിനസ്സാണ്, ഒരു വലിയ ഹോട്ടലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്, ഒരു 1000 റൂംസ് ഒക്കെ ഉള്ള ഹോട്ടലാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം എത്രയാണോ അവിടെ റൂംസ് അവൈലബിൾ ആവുന്നത് അതിൽ മാക്സിമം കസ്റ്റമേഴ്സ് അവൈലബിൾ ആവുന്നതും അവിടെ താമസിക്കുന്നതും അതിനനുസരിച്ച് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതുമാണ്
ഹോട്ടലിനെ സംബന്ധിച്ച് നല്ലത്. വേക്കൻ്റ് ആയിട്ട് റൂംസ് കിടക്കുന്നതിനേക്കാളും അവിടെ പൊട്ടൻഷ്യൽ എത്രയാണോ, അവർക്ക് എത്രത്തോളം മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അത് മാക്സിമം ലെവലിൽ തന്നെ യൂട്ടിലൈസ് ചെയ്ത് അവിടെ റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള എഫേർട്സാണ് എപ്പോഴും ഹോട്ടൽ ബിസിനസ് കണ്ടക്ട് ചെയ്യേണ്ടത്. Then it may be mentioned that capacity of a hotel indicates the number of rooms available. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു കപ്പാസിറ്റി ഓഫ് റൂംസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു മീനിങ് തന്നെയാണ് നെക്സ്റ്റ് പറയുന്നത്. ഹോട്ടലിൻ്റെ ഒരു കപ്പാസിറ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് റൂംസ് അവൈലബിൾ, എത്രത്തോളം റൂംസ് അവൈലബിൾ ആണ്. അതേപോലെ എന്താ അടുത്തത്, നമ്പർ ഓഫ് സീറ്റ്സ് ഇൻ ദ റെസ്റ്റോറൻറ്റ്, ഒരു റെസ്റ്റോറൻറ്റിൽ എത്രത്തോളം സീറ്റ്സ്, എത്ര പേരെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും അറ്റ് എ ടൈം. അവൈലബിലിറ്റി ഓഫ് ഷോപ്പിംഗ് ഏരിയാസ് എത്രത്തോളം സ്ക്വയർ ഫീറ്റിൽ എത്രത്തോളം ഷോപ്പിംഗ് ഏരിയ അവൈലബിൾ ആണ്. അവൈലബിലിറ്റി ഓഫ് ബിസിനസ് ഫെസിലിറ്റീസ്, മറ്റെന്തെല്ലാം ബിസിനസ് ഫെസിലിറ്റീസ് ഇതിനോടൊപ്പം കൊടുക്കാനായിട്ട് കഴിയും. പിന്നെ അസംബ്ലി ഹാൾസ് പോലെയുള്ള മീറ്റിങ്ങുകളും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് അവൈലബിൾ ആണോ അല്ലയോ. ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ മെൻഷൻ ചെയ്തുകൊണ്ടാണ്, പല കാര്യങ്ങളെ ബേസ് ചെയ്താണ് ഒരു ഹോട്ടൽ ബിസിനസ്സിൻ്റെ ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്രത്തോളം ആ ഒരു ബിസിനസ്സിന് ഒരു കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കപ്പാസിറ്റി ഫുള്ളി കമ്പനിക്ക് ആ ഒരു ബിസിനസ്സിനെ യൂട്ടിലൈസ് ചെയ്ത് പ്രോഫിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് എന്താണ് ഹോട്ടൽ അക്കൗണ്ടിങ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന മെയിൻ എക്സ്പെൻസ് എന്തൊക്കെയാണ്, മെയിൻ ഇൻകം എന്തൊക്കെയാണ് എന്നാണ് ഇതുവരെയുള്ള പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് പറയാനായിട്ടുള്ളത് അമേരിക്കൻ ചെയിൻ ഹോട്ടൽസ് ഡെവലപ്പ് ചെയ്ത ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഹോട്ടൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ പറ്റിയാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു യൂണിഫോം ബേസിൽ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം, ഹോട്ടൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ബിസിനസ്സിനെയും ഒരേപോലെ തന്നെ കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു അമേരിക്കൻ ചെയിൻ ഹോട്ടൽ സിസ്റ്റത്തിനെ പറ്റിയാണ്. ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഹോട്ടൽ അക്കൗണ്ടിങ് സിസ്റ്റമാണിത്. ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് വേയിൽ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? എല്ലാവരും ഒരേപോലെ തന്നെ ഒരു യൂണിഫോം വേയിൽ അക്കൗണ്ടിങ് സിസ്റ്റം, ഈ ഒരു ഹോട്ടൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു യൂണിഫോം ബേസ് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയാണ്. എപ്പോഴും ഒരു യൂണിഫോം ബേസിൽ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു കാര്യം ഈസി ആകും അല്ലേ. അപ്പം ഡിഫറെൻറ്റ് മെമ്പേഴ്സിൻ്റെ ആ ഒരു ഡിഫറെൻറ്റ് ഹോട്ടൽ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ആളുകളുടെ റിസൾട്ട്, ഓപ്പറേറ്റിംഗ് റിസൾട്ട്, സിംപ്ലി പറഞ്ഞ പ്രോഫിറ്റ് ഓർ ലോസിനെയൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് കമ്പയർ ചെയ്ത് മുന്നോട്ട് പോകാനും, ഇനി ഏതെങ്കിലും ഒരു മെമ്പേഴ്സിൻ്റെ പെർഫോമൻസ് അവർ ഉദ്ദേശിക്കുന്നതിലും ഒരു ബിലോ ആവറേജ് പെർഫോമൻസിലോട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിനും അതിന് കറക്റ്റീവ് മെഷേഴ്സ് കറക്റ്റായിട്ട് എടുക്കുന്നതിനും ഒക്കെ എന്ത് ഹെൽപ്ഫുള്ളാകും? ഈ അമേരിക്കൻ ചെയിൻ ഹോട്ടൽസ് ഫോളോ ചെയ്യുന്ന ഈ ഒരു സിസ്റ്റം ഹെൽപ്ഫുള്ളാകും. ഇനി ഇതിനകത്ത് പറയുന്നത് ഈ ഒരു രീതിയിലുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഈ അമേരിക്കൻ ചെയിൻ ഹോട്ടൽ സിസ്റ്റം ഫോളോ ചെയ്താൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് അവർക്ക് ഡയറക്റ്റായിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയുമെന്നുള്ള പോയിൻറ്റ്സാണ് ഒരു 5 പോയിൻറ്റ്സ് ആയിട്ട് താഴോട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ഒരു ഹോട്ടൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഒരു അമേരിക്കൻ ചെയിൻ ഹോട്ടൽസിനെ പറ്റി പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. എങ്കിൽ നമുക്ക് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്ത് പോകാം. ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് എന്താ? ദ ഡിപ്പാർട്ട്മെൻറ്റൽ പ്രോഫിറ്റ് ഡിറൈവ്ഡ് ഫ്രം ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പറേറ്റഡ് ബൈ ദ ഹോട്ടൽ. അപ്പോൾ ഈ ഒരു അമേരിക്കൻ ചെയിൻ ഹോട്ടൽ സിസ്റ്റം, ഈ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഹോട്ടൽ അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹോട്ടലിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റ്സുകളിൽ നിന്ന് അവർക്ക് ഡിറൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെൻറ്റൽ ലെവൽ പ്രോഫിറ്റ് ഡിറൈവ് ചെയ്യാനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇനി നെക്സ്റ്റ് പറയുന്നത് ദ എമൗണ്ട് ഓഫ് ഇൻകം ഫ്രം സോഴ്സസ് അതർ ദാൻ ഹോട്ടൽസ് ഓൺ ഓപ്പറേഷൻസ്. ഒരു ഹോട്ടലിൻ്റെ സ്വന്തം ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് കൂടാതെ എന്താണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ? നമ്മൾ പറഞ്ഞു ഒരു ഹോട്ടൽ നടത്തുന്നതിൻ്റെ ഏറ്റവും മെയിൻ പർപ്പസ് എന്ത് തന്നെയാണ്? പ്രൊവൈഡ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അല്ലേ. അപ്പോൾ ഫുഡ് അല്ലെങ്കിൽ സെയിൽ ഓഫ് ഫുഡിലൂടെയോ അല്ലെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റെൻറ്റ് കൂടാതെ ഈ ബേസിക് ആയിട്ടുള്ള ഓൺ ഓപ്പറേഷൻസ്, ഒരു ഹോട്ടലിൻ്റെ സ്വന്തം ഓപ്പറേഷൻസ് കൂടാതെ അഡീഷണലായിട്ട് എന്തൊക്കെ സോഴ്സിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ട് അല്ലേ. പല സർവീസുകളും അഡീഷണലായിട്ട് വലിയ ബിഗ് ഹോട്ടൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ എന്ത് ഇൻകമാണ് അതർ ദാൻ ബേസിക് ഓപ്പറേഷൻസ് കൂടാതെ ഒരു ഹോട്ടലിന് ഏൺ ചെയ്യാനായിട്ട് കഴിയുന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു രീതിയിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ സാധിക്കും. എമൗണ്ട് ഓഫ് ഇൻകം ഫ്രം സോഴ്സസ് അതർ ദാൻ ഹോട്ടൽസ് ഓൺ ഓപ്പറേഷൻസ്. ഒരു ഹോട്ടൽ ബിസിനസ്സിൻ്റെ ഫുഡ് ആൻഡ് അക്കോമഡേഷനിൽ നിന്നുള്ള ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് കൂടാതെ അതർ സോഴ്സിൽ നിന്ന് എന്തൊക്കെ
ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഇൻകം എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കമ്പനിക്ക് എന്ത് കിട്ടും? ആ ഒരു ബിസിനസ്സിന് ഗ്രോസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഗ്രോസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് എങ്ങനെയാണ് ഗ്രോസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത്. ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓവർ ഹെഡ് എക്സ്പെൻസസ് ഫ്രം ദ ടോട്ടൽ ഓഫ് ഇൻകം ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റൽ പ്രോഫിറ്റ്സ്. അപ്പോൾ ഒരു ഹോട്ടൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പല ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ ലെവലിലുള്ള എല്ലാ ഇൻകത്തിനെയും പ്രോഫിറ്റിനെയും എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. അതിൽ നിന്ന് എന്ത് ചെയ്തേക്കുക? കോമൺ ആയിട്ട് വരുന്ന ഓവർ ഹെഡ് എക്സ്പെൻസുകളുണ്ടല്ലോ, ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ബാക്കി എക്സ്പെൻസുകൾ. ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചാൽ ബാക്കി പ്രോഫിറ്റാണ്. അപ്പോൾ ഗ്രോസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിപ്പാർട്ട്മെൻറ്റൽ ലെവലിലുള്ള ഓരോ ഇൻകം ആൻഡ് പ്രോഫിറ്റിനെ ടോട്ടൽ ചെയ്ത് അതിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കും. ഓവർ ഹെഡ് എക്സ്പെൻസുകൾ ഡിഡക്റ്റ് ചെയ്യുന്നതിലൂടെ ഗ്രോസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇനി അടുത്ത എന്താ പറയുന്നത്? ഈ ഗ്രോസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഇനി എന്ത് ചെയ്യുക? അതിൽ നിന്ന് ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ് ആയിട്ട് വരുന്ന ഇൻട്രസ്റ്റ്, ഡിപ്രീസിയേഷൻ, മാനേജ്മെൻറ്റ് ഷെയർ ഓഫ് പ്രോഫിറ്റ് പോലെയുള്ള കാര്യങ്ങൾ ലെസ് ചെയ്താൽ, ഫിക്സഡ് ചാർജസ് ലെസ് ചെയ്താൽ ആ ഗ്രോസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ നമുക്ക് എന്താക്കാം? നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദെൻ ലാസ്റ്റ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ? ദ ഫൈനൽ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഐറ്റംസ്, കോർപ്പറേറ്റ് ടാക്സസ് ആൻഡ് അതർ ചാർജസ് ആൻഡ് ക്രെഡിറ്റ്സ് നോട്ട് കണക്റ്റഡ് വിത്ത് ദ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോട്ടൽ. അപ്പോൾ ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ കൂടി അതെന്തൊക്കെയാകാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് ഐറ്റംസുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടാക്സ് ആകാം, കോർപ്പറേറ്റ് ടാക്സ് ആകാം, മറ്റെന്തെങ്കിലും ചാർജസ് ആകാം, ഇതുവരെ ഹോട്ടൽ ഓപ്പറേഷൻസുമായിട്ട് റിലേറ്റഡ് അല്ലാതെ വരുന്ന മറ്റെന്തെങ്കിലും ക്രെഡിറ്റോ കാര്യങ്ങളൊക്കെ ആകാം. ഇങ്ങനെയുള്ള ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റ്സുകളിലൂടെ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫൈനൽ നെറ്റ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടും കഴിയുമെന്നാണ് ഈ ഒരു അമേരിക്കൻ ചെയിൻ ഹോട്ടൽ സിസ്റ്റത്തിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. വേരിയസ് ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് എ ഹോട്ടൽ ക്യാൻ ബി ആസ് ഫോളോസ്. അതായത് ഒരു ഹോട്ടൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പല ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ ഏതൊക്കെ മാക്സിമം വരാമെന്നുള്ള ഒരു ലിസ്റ്റാണ് അടുത്ത് തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഏറ്റവും ബേസിക് ആയിട്ട് റൂംസ് ഓർ അപ്പാർട്ട്മെൻറ്റ്സ് അല്ലേ. ഒരു ഹോട്ടൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് റൂമുകളും അപ്പാർട്ട്മെൻറ്റ്സുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സെപ്പറേറ്റ് ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാകാം. അടുത്തത് റെസ്റ്റോറൻറ്റ്, നെക്സ്റ്റ് ടെലഫോൺ ആൻഡ് ടെലക്സ്, ലോണ്ട്രി സർവീസുകൾ, അതായത് വാഷിങ്, ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യുന്നതിനും അയൺ ചെയ്ത് കറക്റ്റാക്കി റെഡി ആയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനുമുള്ള ലോണ്ട്രി സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകാം. അടുത്തത് ബേക്കറി സർവീസ്, ബ്യൂട്ടി പാർലർ, സ്വിമ്മിംഗ് പൂൾ ആൻഡ് ഹെൽത്ത് ക്ലബ്ബ്, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ കൂടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എല്ലായിടത്തും കോമൺ ആയിട്ടൊന്നും ഉണ്ടാവണമെന്നില്ല. കാരണം എന്താണ്, നോർമലി ഹോട്ടൽസ് ഈ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. എങ്കിലും ഒരു റിമോട്ടായിട്ടുള്ള ഒരു ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ അധികം ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒന്നും അവൈലബിൾ അല്ലാത്തൊരു പ്ലേസിൽ മേ ബി റിസോർട്ട്, ഹോട്ടൽ പോലെയുള്ള കേസുകളിലൊക്കെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരു അതർ ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ മാക്സിമം നമുക്ക് ഏതൊക്കെയാണ് വേരിയസ് ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്നാണ് നമ്മളിവിടെ ഇപ്പം ഡിസ്കസ് ചെയ്തത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൽ നിന്നൊക്കെയാണ് ഈ പല ഡിപ്പാർട്ട്മെൻറ്റ്സുകളിൽ നിന്നുള്ള പ്രോഫിറ്റ് ഓർ ലോസ് ആണ് ആ ഒരു ഹോട്ടൽ ബിസിനസ്സിൻ്റെ ടോട്ടൽ പ്രോഫിറ്റായിട്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ ഓപ്പറേറ്റിംഗ് അക്കൗണ്ട്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഓൾറെഡി ഫസ്റ്റ് പാർട്ടായിട്ട് തന്നെ ആ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് അടുത്തത് പറയാനായിട്ടുള്ളത് അടുത്തതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് പർച്ചേസസ് ആൻഡ് എക്സ്പെൻസസ് ഓഫ് എ ഹോട്ടൽ. ഇപ്പോൾ ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ട് വരുന്ന മെയിനായിട്ടും എന്തൊക്കെ എക്സ്പെൻസ് വരാം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ പർച്ചേസ് എക്സ്പെൻസ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ്. ഇറ്റ് മേ ബി ബെറ്റർ ബി റെക്കോർഡഡ് by maintaining analytical purchases book and cash book, that is payment side with different columns. അപ്പോൾ നമുക്ക് ഇനി പറയാനായിട്ടുള്ളത് എന്തൊക്കെയാണ് ഏറ്റവും മെയിനായിട്ടുള്ള പർച്ചേസ് ആൻഡ് എക്സ്പെൻസ് ഓഫ് എ ഹോട്ടൽ എന്നാണ്. ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എക്സ്പെൻസ് ആൻഡ് പർച്ചേസ് വരാൻ സാധ്യതയുണ്ട്. ഇനി അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു അനലിറ്റിക്കൽ പർച്ചേസ് ബുക്ക് അല്ലെങ്കിൽ ആ ഒരു അനലിറ്റിക്കൽ പർച്ചേസ് ആൻഡ് ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്താണ് അനലിറ്റിക്കൽ വേയിൽ പർച്ചേസ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് സൈഡിലാണല്ലോ ഓരോ ഐറ്റംസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ കാണിക്കുക. ആ പേയ്മെൻറ്റ് സൈഡ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നിനും താഴെ പറയുന്ന ഐറ്റംസിലൊക്കെ എന്തൊക്കെയാണോ നമ്മുടെ ഈ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള എക്സ്പെൻസ് ഏതൊക്കെ വരാൻ സാധ്യതയുള്ളൂ അതിനൊക്കെയും ഒരു സെപ്പറേറ്റ് കോളം കൊടുത്ത് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് അനലിറ്റിക്കൽ പർച്ചേസ് ബുക്ക് എന്ന് പറയുന്നത്. എങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അനലിറ്റിക്കൽ ബുക്ക് നോക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഓരോന്നിനും എത്രത്തോളം പർച്ചേസ് ഇൻകർ ചെയ്തു എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതിനും വെരിഫൈ ചെയ്യുന്നതിനൊക്കെ സാധിക്കും. അപ്പോൾ ഈ പറയുന്ന ഓരോ പർച്ചേസ് ആൻഡ് എക്സ്പെൻസ് ഐറ്റത്തിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോളം കൊടുത്തുകൊണ്ട് തന്നെ എമൗണ്ട് കോളം കൊടുത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു അനലിറ്റിക്കൽ പർച്ചേസ് ആൻഡ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തൊക്കെ ഐറ്റംസ് വരാം പർച്ചേസ് ആൻഡ് എക്സ്പെൻസ് ആയിട്ട് ഒരു ഹോട്ടൽ ബിസിനസ്സിനെ സംബന്ധിച്ച്? ഗ്രോസറീസ് ആൻഡ് പ്രൊവിഷൻസ് ആകാം, വൈൻസ് ആൻഡ് മിനറൽസ്, സിഗേഴ്സ് ആൻഡ് സിഗരറ്റ്സ്,
കട്ട്ലറി, ഗ്ലാസ് ആൻഡ് പ്ലേറ്റ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഐറ്റംസും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഹോട്ടൽ ബിസിനസ് ആണല്ലോ. അപ്പോൾ ഗ്രോസറി ഐറ്റംസ് വരാം, അതുമായി ബന്ധപ്പെട്ട മറ്റെന്തൊക്കെയാണ് വൈൻസ് ഒക്കെ അല്ലെ മിനറൽസ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എല്ലാം അവർ എന്താണ് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നതൊക്കെ ആകാം. അപ്പോൾ അതുപോലെ സിഗരറ്റ്സ് ഇതൊക്കെയും അവിടുത്തെ കസ്റ്റമേഴ്സിന് ആവശ്യാനുസരണം കൊടുക്കുന്നതിന് വേണ്ടി അവർ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. സിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ചുരുട്ട് എന്നൊക്കെ പറയുന്ന കാര്യം തന്നെ. സിഗരറ്റ്സിൻ്റെ മറ്റ് ഫോമുകളാണ്. കട്ട്ലറി എന്താ, സ്പൂണ്, ഫോർക്ക്, നൈസ് അങ്ങനെയുള്ള അല്ലേ, സ്പൂണും കത്തിയും മുള്ള അങ്ങനെയൊക്കെയുള്ള പല ഐറ്റംസ്. കാരണം അത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ ആവശ്യമുള്ള സാധനങ്ങളാണ്. പിന്നെ എന്താണ്, ഗ്ലാസ്, പ്ലേറ്റ്സ്, എക്സ്പെൻസസ് ഓൺ പവർ ആൻഡ് ഫ്യൂവൽ, ബെഡിങ് ആൻഡ് ലീനൻസ്, ക്ലോത്ത് വൂവൺ, അതൊക്കെയാണ് കമ്പിളി വസ്ത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് അവരുടെ അക്കോമഡേഷൻ്റെ ഭാഗമായിട്ടൊക്കെ റൂമിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസുകളാകാം, ഫർണിച്ചർ, ഫിക്സ്റ്റേഴ്സ് എല്ലാം ഒരു റൂമിൻ്റെ സൗകര്യങ്ങൾ മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന എക്സ്പെൻസാണ്. അടുത്ത അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. ഹോട്ടൽ ബിസിനസ് ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസുകൾ ഇൻകർ ചെയ്യാം. അപ് കീപ്പ് ആൻഡ് സർവീസസ്, ഇതൊക്കെയും പരിപാലിച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുപോകുന്നതായിട്ട് ബന്ധപ്പെട്ട് സർവീസ് എക്സ്പെൻസുകൾ ഇൻകർ ചെയ്യാം. ഇതൊക്കെയാണ് പർച്ചേസ് ആൻഡ് എക്സ്പെൻസ് ഓഫ് എ ഹോട്ടൽ എന്ന് പറഞ്ഞ് നമുക്ക് മാക്സിമം ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇനി നമുക്ക് പർച്ചേസ് ആൻഡ് എക്സ്പെൻസ് പറഞ്ഞ പോലെ ഇനി എന്തും പറയണം, സെയിൽസ് ബുക്ക് ആൻഡ് ക്യാഷ് ബുക്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു റെസീറ്റ് സൈഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കേണ്ട ഐറ്റംസ് എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഒരു അനലിറ്റിക്കൽ വേയിൽ തന്നെയാണ് സെയിൽസ് ബുക്ക് ആൻഡ് ക്യാഷ് ബുക്കും പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, അത് സെപ്പറേറ്റ് കോളംസ് റെസീറ്റ് സൈഡിൽ കോളംസ് കൊടുക്കണം. മാക്സിമം എന്തൊക്കെയാകാം ഐറ്റംസ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചസ്, ഈവനിങ് ടീ ആൻഡ് ഡിന്നേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഏറ്റവും മെയിനായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു സെയിൽ നടക്കാൻ സാധ്യതയുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാകാം, അല്ലെങ്കിൽ ലഞ്ച് പ്രൊവൈഡ് ചെയ്യുമ്പോഴാകാം, ഈവനിങ് ടീയും ഡിന്നേഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ അവിടെ മെയിനായിട്ടുള്ളൊരു ഇൻകമാണ്. നെക്സ്റ്റ് ബാറ്, സിഗേഴ്സ് ആൻഡ് സിഗരറ്റ്സ്, ബ്യൂട്ടി പാർലേഴ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഇൻകം ആകാം. അടുത്തത് ടെലഫോൺ ആൻഡ് ടെലക്സ് യൂസ് ചെയ്യുന്നതിലൂടെ, സ്വിമ്മിംഗ് പൂൾ ആൻഡ് ഹെൽത്ത് ക്ലബ്ബ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ, ക്യാരേജ് പോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ സെയിൽസ് അല്ലെങ്കിൽ ഒരു ക്യാഷിൻ്റെ റെസീറ്റ് സൈഡിലേക്ക് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ജസ്റ്റ് അക്കൗണ്ടിങ് ഫോർ ഹോട്ടൽസ് എന്നുള്ള ആ ഒരു ആ ഒരു ടോപ്പിക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എങ്കിലും ഹോട്ടൽ അക്കൗണ്ടിങ് എന്നുള്ളത് ഒരു പുതിയ ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന മെയിനായിട്ടുള്ള എക്സ്പെൻസ് ഐറ്റംസ്, ഇൻകം ഐറ്റംസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്നും അതിൻ്റെ ഇടയിൽ അമേരിക്കൻ ചെയിൻ ഹോട്ടൽസിൻ്റെ കാര്യമൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഇതുവരെയും ഡിസ്കസ് ചെയ്തത്. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.